വാപ്പമാരോട് പറയുകയാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടി നുറുക്കുകയാണ്. പടച്ചവരെ, ഭർത്താവ് കണ്ണിന്റെ മുമ്പിൽ കിടന്ന് വെട്ടി നുറുക്കിയിട്ടിരിക്കുമ്പോ മഹദിയായ നായില ബീബി റളിയല്ലാഹു തആല നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുകയാ. ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ ഏതൊരു ഭാര്യയും പിടയുമല്ലോ. നായില ബീബി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റിട്ട് നിന്ന് നിലവിളിക്കുമ്പോ സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി അറിയുമോ വാപ്പാ? ഭർത്താക്കന്മാരെ, സ്വന്തം ഭാര്യ തലമറയ്ക്കാതെ ഇറങ്ങി പോകുമ്പോ സാരിയുടെത്തി വയറും കാണിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുമ്പോ അത് തെറ്റാടെന്ന് പറഞ്ഞു കൊടുക്കാത്ത ഭർത്താവിനോട് പറയുകയാണ്, സ്വന്തം മക്കളെ തലമറയ്ക്കാതെ നടക്കുമ്പോ, മോശമായ വസ്ത്രവും ഭരിച്ച് നടക്കുമ്പോ അത് പറഞ്ഞു കൊടുക്കാത്ത വാപ്പാ, തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഉസ്മാൻ തങ്ങൾ നിലവിളിക്കുന്ന ഭാര്യ വിളിക്കുന്നു, നായില, നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില. ഇവരെന്നെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ഇവരെന്നെ വെട്ടി നുറുക്കി കൊല്ലട്ടെ നായില, എനിക്ക് സങ്കടമില്ല, എനിക്ക് പേടിയില്ല. എനിക്ക് പേടി ഇവരുടെ കാര്യത്തിലല്ല, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാനായില്ല, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാനായില്ല. എന്താ പേടിയെന്നറിയോ? തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ, ചാടി എഴുന്നേറ്റപ്പോ, നിലവിളിച്ചപ്പോ നായില ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറുകയാ. നായില ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറുകയാണ്. അല്പം മുടി ഇങ്ങനെ പുറത്ത് കാണുകയാണ്, അല്പം മുടി ഇങ്ങനെ പുറത്തു കാണുകയാണ്. ഉസ്മാൻ തങ്ങൾ പറയുന്നു, നായില, നിന്റെ ഔറത്ത് അന്യപുരുഷന്മാര് കാണുന്നു, അതുകൊണ്ട് തലമറയ്ക്കാനായില്ല, എനിക്ക് അല്ലാഹുവിനെ പേടിയാനായില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ വേളയിൽ പോലും തന്റെ പ്രിയപ്പെട്ടവരുടെ തലയിലെ ഒരു രോമം പുറത്ത് കണ്ടപ്പോ